ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 4 ബീൻസ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അതും ഇങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കണത്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അതും ചെറുതായിട്ടാണ് അരിഞ്ഞേക്കണത്, പിന്നെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം കോളിഫ്ലവർ, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഉണങ്ങിയ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇന്നലെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ഗ്രീൻ പീസ് ആണിത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസോ അതും അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഈ വെജിറ്റബിൾ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രം ഉള്ളെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് കുറുമ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മൂടിക്കിടക്കണം അത്രയും വെള്ളം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു വിസിലധികം അടുപ്പിക്കണ്ട, നമ്മുടെ കഷ്ണങ്ങൾ ഓവറായിട്ട് അങ്ങ് വെന്ത് പോകും. അപ്പം നമ്മുടെ കുറുമയ്ക്ക് ടേസ്റ്റ് കുറയും. അത് കാരണം 1 വിസിൽ മാത്രം അടിച്ചാൽ മതി. അപ്പം ഞാൻ തീ കത്തിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് 1 വിസിൽ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യും. ഇപ്പം ദാ 1 വിസിൽ വന്ന് ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോട്ടെ. അപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോണ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് 2-3 എടുക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-6 കാഷ്യൂനട്ടാണ്. ഈ കാഷ്യൂനട്ടിന് പകരം നിങ്ങൾക്ക് കസ്കസും അരച്ച് ചേർക്കാം, ഏതായാലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം എന്ന് പറയുന്നത് വലിയ ജീരകം, ഫെന്നൽ സീഡ്സ് ആണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം, ഒരു 2 ഏലക്ക, അതേപോലെ തന്നെ 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പൈസസ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ഒത്തിരി അങ്ങ് ചേഞ്ച് ഒന്നും ആകണ്ട, നന്നായിട്ടൊന്ന് വഴന്നിട്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് അത്രയും മതി. അപ്പോൾ അതാ നോക്കി, നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ്. തക്കാളി ചേർക്കുമ്പോൾ ഒരു ചെറിയ തക്കാളി മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പഴുത്ത ഒരു ചെറിയ തക്കാളി. വലിയ തക്കാളി ചേർത്താൽ നമ്മുടെ കുറുമയ്ക്ക് പുളി കൂടുതലായി പോകും. അപ്പം കുറുമയുടെ ടേസ്റ്റിനെ അത് ബാധിക്കും. അത് കാരണം ചെറിയ തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ അത് ഒരു 4-5 മിനിറ്റ് നമ്മൾ വഴറ്റി കൊടുത്തു. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് നോക്കിയാൽ നമ്മുടെ വെജിറ്റബിൾസ് ആവശ്യത്തിനാണ് വെന്തിട്ടുള്ളൂ. ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം.
അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരപ്പും വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ കണ്ടോ, നമ്മുടെ കുറുമ കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സി ബൗളിലേക്ക് തന്നെ വെള്ളം ചേർക്കുക. അപ്പോൾ അതിലുള്ള അരപ്പുകൾ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. ഞാനൊരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്തോരം തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം. നമ്മുടെ തേങ്ങയുടെ പച്ചച്ചവയ്ക്ക് ഒന്ന് മാറിക്കിട്ടണം. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ കുറുമ ചെറുതായിട്ടൊന്ന് തിക്കൊക്കെ ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ കുറുമ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.